എൻ്റെ കുട്ടിക്കാലത്ത് പടങ്ങൾ കളക്ട് ചെയ്യുന്ന ഫോട്ടോസ് കളക്ട് ചെയ്യുന്ന ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്ത പടങ്ങൾ സ്റ്റോക്കാണ് ഇപ്പോഴും ഉണ്ട് കയ്യിൽ. അതിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സുണ്ട്, കൂടെ വർക്ക് ചെയ്തവരുണ്ട്. അങ്ങനെ അനേകരതിലുണ്ട്. അത് എനിക്ക് ആ കളക്ഷൻസിൽ നിന്ന് ഇപ്പം ആ കാര്യങ്ങളും കൂടി വെളിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞതിൽ അതിലും സന്തോഷം. നിധചോര നമോ നമോ നവമഹിമാധവ നമോ നമോ നവനിധചോര നമോ നമോ നവമഹിമാധവ നമോ നമോ കാലങ്ങൾ ഏറെ കടന്നുവെങ്കിലും അവസാന നിമിഷത്തിൽ എനിക്ക് ജോലിക്കും പേപ്പർ വന്നു. ജോലിക്ക് പേപ്പർ വന്നപ്പോൾ എനിക്ക് തിയറി ഒന്നും അറിയാൻ ഒരു മാർഗവും ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നു. എൻ്റെ ടീച്ചറിനെ എനിക്ക് കാണണം എന്ന് അതിയായ താല്പര്യമുള്ളത് കാരണം ടീച്ചറെ ഒന്ന് വണങ്ങാൻ, ഇൻ്റർവ്യൂവിന് മുമ്പേ ടീച്ചറിനെ ഒന്ന് വണങ്ങാൻ പോകാമെന്ന് ടീച്ചറെ വീട് പണ്ടുപോയ ഓർമ്മയിൽ വീണ്ടും ഒന്നുകൂടെ ഞാൻ പോയി. ടീച്ചറിനെ കണ്ടു. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ടീച്ചറിനെ കണ്ടു. കാര്യങ്ങൾ സംസാരിക്കവേ എൻ്റെ ബുക്കെല്ലാം നാട്ടിലാണ്, എടുക്കാനൊക്കെ ഇപ്പോൾ തൽക്കാലം സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് കലാശങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ഒരു സംശയവും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ടീച്ചർ എന്നെ വിളിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നിട്ട് പൂജാമുറിയിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന 4 വർഷത്തെ തിയറി നോട്ട്ബുക്ക് ടീച്ചർ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു. അഭിവന്ദ്യനായ ഗുരു ഗോപിനാഥ് കുറേ പുസ്തകങ്ങൾ ആദ്യകാലങ്ങളിൽ എഴുതിയതായിട്ട് പഠിക്കുന്ന കാലത്ത് നമുക്കറിയാം. അതിൽ ആദ്യ പുസ്തകം എൻ്റെ ഓർമ്മയിൽ താളവും നടനവും എന്നതായിരുന്നു. ആ പുസ്തകത്തിൻ്റെ ഒറിജിനൽ പുസ്തകം എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഫോട്ടോ കാപ്പി എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതാണ് ഈ പുസ്തകം. അതിനുശേഷമാണ് അഭിനയാങ്കുരം എന്നൊരു പുസ്തകം എഴുതിയതായിട്ട് കണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഏറെയും ഒരു നർത്തകന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അഭിനയത്തെക്കുറിച്ചും ശാരീരിക മെയ് വഴക്കത്തെക്കുറിച്ചും ഒക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതും ഒറിജിനൽ പുസ്തകമല്ല എൻ്റെ കൈവശമുള്ളത്, അതിൻ്റെ ഫോട്ടോ കാപ്പിയാണ്.